ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യഗാദി. നമ്മൾ ഇപ്പോൾ 3 ശ്ലോകങ്ങൾ, ഈ കപിലോപദേശത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞു. ഈ 3 ശ്ലോകങ്ങളും സാഖ്യയോഗമാണ് ഭഗവാന് അമ്മയായ ദേവഹൂതി ദേവിക്കായിക്കൊണ്ട് ഉപദേശിച്ചു കൊടുത്തത്. എന്തായിരുന്നോ ചോദ്യം, അതിനനുസരിച്ച് ഇന്ദ്രിയങ്ങളെ എങ്ങനെ കീഴ്പ്പെടുത്താം, പറഞ്ഞാൽ അനുസരണയില്ലാതെ അവിടെയും ഇവിടെയും പാഞ്ഞു നടന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളെ, കാതുകളെ, മനസ്സിനെ ഒക്കെ എവിടെയൊക്കെയോ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എവിടേക്കൊക്കെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഇന്ദ്രിയങ്ങളെ, അസത്തായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ഈ പ്രപഞ്ചത്തിലെ മറ്റു വിഷയങ്ങളോട്, മറ്റു വസ്തുക്കളോട്, സർവചരാചരങ്ങളോടും ബന്ധനത്തിന് കാരണമാക്കി തീർക്കുന്ന, അജ്ഞാനത്തിൻ്റെ ബന്ധനത്തിന് കാരണമാക്കി തീർക്കുന്ന ഈ ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് ഞാനൊന്ന് കീഴ്പ്പെടുത്തുക, എങ്ങനെയാണ് അതിനെ എനിക്ക് അതിജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളതായിരുന്നു ദേവഹൂതി ദേവിയുടെ ചോദ്യം. അപ്പോൾ അതിനുള്ള മാർഗമായിട്ടായിരുന്നു ആദ്യത്തെ 3 യോഗത്തിൽ സാഖ്യയോഗം വിശദീകരിച്ചു കൊടുത്തത്. അതായത് ആ അജ്ഞാനം നീങ്ങണമെങ്കിൽ ശരിയായ ജ്ഞാനം ഉള്ളിലുദിക്കണം. അതിനു വേണ്ടിയിട്ട് ആദ്യമേ പറഞ്ഞു, ഈ ഭക്തിയോഗത്തിലൂടെ ഈ ശക്തി ഉണ്ടാക്കുന്ന ഈ ഒരു ബുദ്ധി, മറ്റുള്ളവയിൽ ആസക്തി ഉണ്ടാക്കുന്നതായിട്ടുള്ള ഗുണങ്ങളിൽ അധിഷ്ഠാനമായിട്ടുള്ള ഈ ബുദ്ധിയെ നമുക്ക് ഭഗവാനിലേക്ക് അതിനെ കീഴടക്കാൻ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അത് നേടാൻ സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട്, മഹത്തുക്കളുടെ സംസർഗം കൊണ്ട് മാത്രമേ നമുക്ക് കഴിയൂ. അവർ പോയ വഴികൾ പിന്തുടരുക, അങ്ങനെ മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ രാമായണത്തിൽ, ഭാഗവതത്തിലും ഉണ്ട്, നവതാഭക്തിയെക്കുറിച്ച് പിന്നീട് ഒരു വേള പറയുന്നുണ്ട്. നമുക്ക് രാമായണത്തിലും ഇതേപോലെ പറയുമ്പോൾ അതിൽ ഏറ്റവും ആദ്യമായി ശ്രീരാമചന്ദ്ര ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, ആദ്യത്തേത് നവതാഭക്തിയിൽ ഏറ്റവും ആദ്യത്തേതായിട്ട് പറയുന്നത് സജ്ജന സംസർഗമാണ്. അപ്പോൾ അത്രമാത്രം മാഹാത്മ്യം ഈ ഒരു സജ്ജന സംസർഗത്തിന്, സത്സംഗത്തിന് ഉണ്ട് എന്നർത്ഥം. അതിനുശേഷം പിന്നെ പറഞ്ഞു കൊടുത്തത്, ഇനിയും അങ്ങനെയൊന്ന് സംഭവിക്കണമെങ്കിൽ ആദ്യം ജ്ഞാനം ഉദിക്കണം. ആ ജ്ഞാനം ഉദിക്കണമെങ്കിൽ ശരിയായിട്ടുള്ള തത്വം എന്താണ് എന്ന് മനസ്സിലാക്കണം. അതിനായി ആ 24 + 1 25 തത്വങ്ങളെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, ഇങ്ങനെ ഈ തത്വങ്ങളെ അറിഞ്ഞു കഴിഞ്ഞാൽ 25ാമത്തെ തത്വമായ എന്നെ ശരിക്കും മനസ്സിലാക്കിയാൽ, ആ തത്വത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളവയൊക്കെ, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ അത് വെറും തുച്ഛമാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അവയോടുള്ള ആസക്തി തന്നെ വിട്ടുപോകും. ആ 25ാമത്തെ പരമമായ തത്വത്തിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ മതി എന്നുവരെ പറഞ്ഞു നിർത്തി. അങ്ങനെ സാഖ്യയോഗം, ആ 24 + 1 24 തത്വങ്ങളും ആ പരമമായ ചൈതന്യത്തിൻ്റെ, ജീവാത്മാവിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ ബോധവും ഇവിടെ 3 ശ്ലോകങ്ങളിലായിക്കൊണ്ട്, 3 അധ്യായങ്ങളിൽ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് 3 ശ്ലോകങ്ങളിലായിക്കൊണ്ട് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അവിടെ അങ്ങനെ ഒന്ന് പറഞ്ഞു വെച്ചു. അത് പ്രധാനപ്പെട്ട
ഇങ്ങനെ കാച്ചിക്കുറുക്കി എടുക്കും പോലെ ആ 3 അധ്യായങ്ങളിലെ കാച്ചിക്കുറുക്കി എടുത്ത് 3 ശ്ലോകങ്ങളിലാക്കി അവിടെ പറഞ്ഞു. നമ്മുടെ കപില ഭഗവാൻ അമ്മയ്ക്കായി കൊടുത്ത 4ാമത്തെ ഉപദേശം നമ്മൾ പറഞ്ഞു 1 തൊട്ട് 3 വരെ സാഖ്യയോഗമായിരുന്നുവെങ്കിൽ ഇനിയുള്ള 4ഉം 5ഉം ഭക്തിയോഗത്തെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു തുടക്കമായിരുന്നു ഈ വിഷയാസക്തികൾ തന്നെ വിട്ടുപോകും. എങ്ങനെ എന്നെ ആ 25ാമത്തെ തത്വത്തെ നന്നായിട്ട് അറിയുക, ഭജിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനെ വിചാരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി അതിൻ്റെ ബാക്കി ആ ഭക്തിയോഗത്തിലേക്കാണ് ഇനിയും അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് വിമലമതിരൂപാത്തൈരാസനാദ്യൈർമതംഗം. അപ്പോൾ ആ ഭക്തി എന്നെ തന്നെ എൻ്റെ തത്വത്തെ ആലോചന ചെയ്യുക, എന്നെ തന്നെ ഭജിക്കുക എന്ന് പറഞ്ഞു. ഇനി അതെങ്ങനെ വേണം എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പറയാണ് വിമലമതിഹി ഉപാത്തൈഹി ആസനാദ്യൈ മതംഗം എന്നിങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് വിമലമതിരൂപാത്തൈരാസനാദ്യൈർമതംഗം. വിമലമതിഹി എന്ന് പറഞ്ഞാൽ ഏറ്റവും വിമലമായിട്ടുള്ളത്, പരിശുദ്ധമായ ബുദ്ധിയോട് കൂടിയവനായിട്ട്. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി. അപ്പോൾ ഏറ്റവും നിർമ്മലമായ ബുദ്ധിയോടുകൂടി, പ്രത്യേകിച്ചൊന്നും കാക്ഷിക്കാതെ നിർമ്മലമായ ബുദ്ധിയോടുകൂടി ഉപാത്തേഹി. ഉപാത്തേഹി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ പരിശീലിച്ച്. അപ്പോൾ എങ്ങനെ വേണം ആ പരിശീലനം? വളരെ നിർമ്മലമായ ബുദ്ധിയോടുകൂടി ആസനാദ്യേഹി. ആസനാദ്യ ആസനങ്ങൾ ആദിയായവ എന്ന് പറഞ്ഞാൽ യമം, നിയമം, ആസനം, പ്രാണായാമം എന്നിവ എല്ലാം ചേർത്തിട്ട് ഒന്നിച്ച് ഈ അഷ്ടാംഗ യോഗത്തെ മുഴുവൻ ഒന്നിച്ചങ്ങ് പറയുകയാണ്. അപ്പം ആസനാദ്യൈ. പിന്നെയോ മതംഗം, എൻ്റെ അംഗത്തെ അഥവാ എൻ്റെ സ്വരൂപത്തെ. അപ്പോൾ പരിശുദ്ധമായ ബുദ്ധിയോടുകൂടി ഈ യമനിയമ ആസന പ്രാണായാമങ്ങളെല്ലാം പരിശീലിച്ച് അങ്ങനെ ആ പരിശീലിച്ച എൻ്റെ സ്വരൂപത്തെ, എങ്ങനെയുള്ള സ്വരൂപത്തെ? ഗരുഡ സമധിരൂഢം ദിവ്യഭൂഷായുധാംഗം. പറയാണ് ഗരുഡ സമധിരൂഢം, ഗരുഡൻ്റെ പുറത്തിരിക്കുന്നതും ഗരുഡൻ്റെ മേലേറി വരുന്ന ആ ഭഗവാന്റെ സ്വരൂപത്തെ എങ്ങനെ? ദിവ്യഭൂഷായുധാംഗം. ദിവ്യങ്ങളായ ഭൂഷ എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങൾ, അലങ്കാരങ്ങളും ആയുധങ്ങളും ധരിച്ചതുമായിട്ടുള്ള. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം എങ്ങനെ വേണം ധ്യാനിക്കാനെന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഗരുഡോപരി ഏറി വരുന്ന വളരെ ദിവ്യങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളും ആയുധങ്ങളും ധരിച്ചതുമായ രുചിതുലിത തമാലം, ഈ തമാലവൃക്ഷത്തിന് തുല്യമായ നീലവർണ്ണ ശോഭയോടു കൂടിയതുമായിട്ടുള്ള. അപ്പോൾ വ്യക്തമായ ഒരു ചിത്രം എന്താണ് ഭഗവാൻ എന്നവിടെ കാണിച്ച് എങ്ങനെയുള്ള രൂപത്തെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് കപില ഭഗവാൻ ഇവിടെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നീലവർണ്ണത്തോടു കൂടിയതുമായിട്ടുള്ള, എങ്ങനെ? തമാലവൃക്ഷത്തിന് തുല്യമായി എന്ന് പറഞ്ഞാൽ അതിലൊരു കറുപ്പും നീലയും കലർന്ന ആ ഒരു നിറമാണ്. അങ്ങനെയുള്ള ആ നീലവർണ്ണ ശോഭയോട് കൂടിയതുമായ ശീലയേതാനുവേലം. ശീലയേത് അനുവേലം, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ശീലയേതാനുവേലം. ശീലയേത് എന്ന് പറഞ്ഞാൽ ധ്യാനിക്കുന്നത്, അമ്മ അങ്ങനെ ധ്യാനിക്കുന്നത് ശീലമാക്കണം. അതൊരു നമ്മൾ ഭഗവാൻ ഇവിടെ ഭഗവത്ഗീതയിൽ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ മനസ്സിനെ ചിത്തം അങ്ങനെ ചഞ്ചലമായിക്കൊണ്ടിരിക്കുന്നു, അതിനെ എനിക്ക് നിയന്ത്രിക്കാനാവുന്നില്ല ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുന്നു അഭ്യാസേന തു കൗന്ദേയ. അഥവാ അർജുന, നിനക്ക് അഭ്യാസം കൊണ്ട്, പരിശീലനം കൊണ്ട് അതിനെ നിനക്ക് അടക്കാൻ കഴിയും എന്ന് പറയും പോലെ ഇവിടെയും ആ പരിശീലനം നിത്യവും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഏതൊരു കർമ്മത്തിൽ, ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ എത്തിച്ചേരേണ്ടത് അതിനു വേണ്ടി നിത്യവും സദാസമയവും പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. അതാണ് ശീലമാക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്തു, നാളെ ചെയ്തില്ല, മറ്റന്നാൾ. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ഒരു അല്പം ഒരു
ഉഴപ്പ് നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, നിത്യവും സദാസമയം അതിനു വേണ്ടി പരിശ്രമിക്കുക, അത് ശീലമാക്കണം. എങ്ങനെ? അനുവേലം, അതും കൂടി എടുത്തു പറഞ്ഞു. അനുവേലം എപ്പോഴും. അതാണ്, നമ്മളതിനൊരു പ്രത്യേക സമയപരിമിതി വെച്ചിട്ടല്ല, എപ്പോഴും ഭഗവാനെ അങ്ങനെ മനസ്സിൽ ധ്യാനിക്കുന്നത് ഒരു ശീലമാക്കിയെടുക്കണം. ഇതാരാർക്ക് പറയുന്ന? മകനായ കപില ഭഗവാന് അമ്മയായ ദേവഹൂതി ദേവിക്കായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ? എന്താ പറഞ്ഞു കൊടുത്തത്? ഇവിടെ പറയുകയാണ്, യമം നിയമം ആസനം പ്രാണായാമം തുടങ്ങിയ യോഗാഭ്യാസങ്ങളിലൂടെ മനസ്സിനെ പരിപൂർണമായും ശുദ്ധീകരിച്ച്, അല്ലെങ്കിൽ പരിശുദ്ധമായ ബുദ്ധിയുള്ളവനോട് കൂടിയവനായി ഭവിച്ചിട്ട് എൻ്റെ സ്വരൂപത്തെ, എങ്ങനെയുള്ള ഗരുഡൻ്റെ മുകളിലേറി വരുന്ന ദിവ്യങ്ങളായിട്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ ധരിച്ചവനായിട്ടുള്ള, പിന്നെയോ തമാലവൃക്ഷത്തിന് തുല്യമായിട്ടുള്ള ആ ശോഭിക്കുന്ന നീലവർണ്ണത്തോടു കൂടിയതുമായിട്ട് ഉള്ള എന്നെ എപ്പോഴും ധ്യാനിക്കുന്നത് അമ്മ ശീലമാക്കണം. കപില തനുരിതിത്വം ദേവഹൂത്യൈന്യഗാതി. കപില ഭഗവാൻ ഇപ്രകാരം ആ ദേവഹൂതി ദേവിക്കായിക്കൊണ്ട് ഉപദേശിച്ചു. ഇവിടെ ആദ്യം യമം നിയമം പ്രാണായാമം ആസനം ഒക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അതിലൂടെ നമ്മുടെ ആ ഒരു ഹൃദയശുദ്ധി കൈവരിക, മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ ഒന്ന് കടിഞ്ഞാണിട്ട് വലിക്കുക ഉള്ളിലേക്ക്. എന്നിട്ടോ അത് യാതൊന്നിലാണോ ഉറപ്പിച്ച് നിർത്തേണ്ടത് അവിടേക്ക് കൊണ്ട് കെട്ടിയിടുക. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു, അപ്പോൾ അഷ്ടാംഗയോഗം താരതമ്യേന ഭക്തിയോഗത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി കടുപ്പമേറിയതാണ്. നമ്മുടെ ബാഹ്യമായ വിഷയങ്ങളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിൽ ആദ്യം പരിശീലനം നേടി ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ട് മനസ്സിനെ ആ ഒരു ഭഗവത് സ്വരൂപത്തിലേക്ക് പിടിച്ച് ബന്ധിച്ചിട്ട് ആ സ്വരൂപം എങ്ങനെ ഉള്ളിൽ ഉറപ്പിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം പിന്നീട് ഭക്തിയോഗം താരതമ്യേന എളുപ്പമാണ്. ഈ ബാഹ്യവിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിക്കുന്നത്, ഈ വിഷയങ്ങൾ എന്ന് പറയുന്നത് തന്നെ വിഷമാണ്. അതിലേക്ക് മനസ്സൊട്ടി നിൽക്കുന്നിടത്തോളം മനസ്സിൽ മാലിന്യങ്ങൾ കലരും. അത് സുഖമായിട്ടും ദുഃഖമായിട്ടും രാഗദ്വേഷങ്ങളായിട്ടുമൊക്കെ ഈ മാലിന്യം അല്ലെങ്കിൽ വിഷം കലർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് അനുനിമിഷം നമ്മളെ നശിപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ജനക മഹാരാജാവിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ടല്ലേ. സർവവേദ ശാസ്ത്രങ്ങൾക്കും ഇരിപ്പിടമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാം അത്രമാത്രം ഹൃദയസ്ഥനായിരുന്ന ആ തത്വത്തിനനുസരിച്ച്, വേദശാസ്ത്ര വിധികൾക്കനുസരിച്ച് ജീവിച്ചു പോന്നിരുന്ന, അല്ലെങ്കിൽ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപമായി തന്നെ തൻ്റെ ഉള്ളിലെ ജീവാത്മാവിനെ കണ്ടറിഞ്ഞ് അനുഭവിച്ചിരുന്ന ആ ശ്രീശുക മഹർഷിക്കു പോലും സംശയ നിവാരണത്തിന് എത്തിച്ചേർന്നത് ജനക മഹാരാജാവിൻ്റെ അടുത്താണ്. അപ്പോൾ ഇരിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലായാലും ജനക മഹാരാജാവ് ആ കൊട്ടാരത്തിൽ സകല രാജഭോഗങ്ങളും രാജഭോഗങ്ങളുടെയും നടുവിൽ കഴിഞ്ഞിരുന്ന ആളാണ് ജനക മഹാരാജാവ്. എന്നാൽ ശ്രീശുക മഹർഷി ആവട്ടെ വ്യാസഭഗവാന്റെ പുത്രനായിരുന്നത് കൊണ്ട് തന്നെ ആശ്രമത്തിൽ സദാ ഈ ഒരു വൈദികമായ വിഷയങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. പക്ഷേ അങ്ങനെയുള്ള ശ്രീശുക മഹർഷിക്കും ലൗകികതയുടെ നടുക്ക് കഴിഞ്ഞിരുന്ന ജനക മഹാരാജാവ് വേണ്ടി വന്നു ആ സംശയങ്ങളെ നിവാരണം ചെയ്യാൻ. അപ്പോൾ അത് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, നമ്മൾ ഏതൊരു സാഹചര്യങ്ങളിൽ ഇരിക്കുന്നുവോ ജീവിക്കുന്നുവോ എന്നതിനേക്കാളേറെ എവിടെയിരുന്നാലും ഈ വിഷയങ്ങളിലേക്ക് മനസ്സിനെ വ്യാപരിക്കാൻ വിടാതെ, ഈ വിഷയങ്ങളൊക്കെ വിഷങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നാശമില്ലാത്ത നിർമ്മലമായ ശുദ്ധമായ പരിപാവനമായ യാതൊരു ശക്തി കേന്ദ്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ യാതൊന്നിനാണോ നാശമില്ലാത്തതായിട്ടുള്ളത്,
അതിലേക്ക് മനസ്സിനെ കൊണ്ട് എത്തിക്കാൻ നമുക്ക് കഴിയണം. ആ ശുദ്ധമായ ഒന്ന്, അല്ലെങ്കിൽ നാശമില്ലാത്തതായിട്ട് ഒന്നേയുള്ളൂ. നമ്മൾ ഈ തൊട്ടു മുൻപുള്ള സാഖ്യയോഗത്തിൽ പറഞ്ഞപ്പോൾ 24 തത്വങ്ങൾ, അതിനോടൊപ്പം പുരുഷൻ എന്ന 25ാമത്തെ തത്വം എന്നുകൂടി പറഞ്ഞു. ആ പുരുഷന് മാത്രമേ ഉള്ളൂ നാശമില്ലാത്തത്. അത് മാത്രമേ ഉള്ളൂ ഈ ജീർണിച്ച വസ്ത്രത്തെ ഉപേക്ഷിച്ച് മറ്റൊരു പുതിയ വസ്ത്രത്തെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ല, ഇത് ഭഗവാൻ തന്നെ നമുക്ക് കാണാം. ഭഗവാന്റെ ആ ഒരു ഭഗവത്ഗീത മൊഴിയിൽ ഭഗവാൻ തന്നെ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുതഃ. ബാക്കി 24 തത്വങ്ങളും ഇതിലേതെങ്കിലും ഒന്നിനാൽ നശിക്കപ്പെടുന്നതാണ്. ആയുധം കൊണ്ടാവാം, കാറ്റുകൊണ്ടാവാം, ജലം കൊണ്ടാവാം, ഇല്ലെങ്കിൽ അഗ്നി കൊണ്ടെങ്കിലും നശിപ്പിക്കപ്പെടുന്നവയാണ് ഇവയെല്ലാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നശിക്കാത്തതായിട്ടുള്ള ഒന്നേയുള്ളൂ, ഇതുകൊണ്ടൊന്നും നശിക്കപ്പെടാത്തതായിട്ടുള്ള ഒന്നേയുള്ളൂ. അത് ആ 25ാമത്തെ തത്വമായിട്ടുള്ള ആ പുരുഷ സ്വരൂപമാണ്. ആ പുരുഷനിലേക്കാണ് നമുക്ക് മനസ്സിനെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത്. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ ഈ ചുറ്റിനുമുള്ള വിഷയങ്ങളിൽ, അല്ലെ വ്യക്തികളുമായി സംബന്ധിതമായിട്ടുള്ള വിഷയങ്ങളിൽ സദാ മുഴുകി കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ സദാ നമ്മളൊക്കെ ഈ സുഖദുഃഖങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും പെട്ട് അങ്ങനെ ഈ സാഗരത്തിൽ തന്നെ മുങ്ങിത്താണും പിന്നെ പൊങ്ങിയും പിന്നെയും മുങ്ങിയും അങ്ങനെ നമ്മൾ പോവുകയാണ്. കാരണം പലപ്പോഴും നമുക്കറിയാം, നമ്മൾ എന്തൊരു സങ്കടം വന്നാലും അല്ലെങ്കിൽ എന്തൊരു സന്തോഷം വന്നാലും അതിനുള്ളിലേക്ക് മനസ്സിനെ വല്ലാതെ ചേർത്ത് വെക്കുന്നവരാണ്. ഇതൊക്കെ എൻ്റെ കഴിവ്, അല്ലെങ്കിൽ എന്നോട് ചെയ്തു, ഇങ്ങനെയുള്ള ആ ഞാൻ ഭാവത്തോട് ചേർത്ത് വെക്കുന്നതായതുകൊണ്ട് തന്നെ ഈ ശരീര സംബന്ധമായ വിഷയങ്ങളിൽ നമുക്കൊരു ദുഃഖം വന്നാൽ, അല്ലെങ്കിൽ ഒരു സങ്കടം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ നമ്മളൊക്കെ തളർന്നു പോവുകയും ചെയ്യും. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, മനസ്സിനെ അതിനോട് അങ്ങോട്ട് ചേർത്ത് വെക്കും. അർജുനൻ നമുക്ക് യുദ്ധഭൂമിയിൽ കാണിച്ചെന്ന ഒരു മുഖം പോലെ വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് സ്വയം തളർന്നു പോയി. പക്ഷെ അവിടെയും ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തസ്മാത് അപരിഹാര്യാർത്ഥേ ന ത്വം ശോചിതുമർഹസി. കാരണം നമ്മളാൽ പരിഹരിക്കാൻ സാധ്യമല്ലാത്ത ഒന്നിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. പക്ഷെ നമ്മളാകട്ടെ പരിഹരിക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ചും സാധിക്കാത്തതിനെക്കുറിച്ചും സദാ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലേ. അതേസമയം ആ ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിൽ ധ്യാനിച്ചാൽ, നമ്മൾ ഭഗവാനെക്കുറിച്ച് പറയാറുണ്ടല്ലേ, നമുക്ക് ഭാഗവത്തിൽ ഒരു വേള പറയുന്നുണ്ട്, ആരുടെ പാദം കഴുകി വന്ന ആ ഒരു പവിത്രമായ തീർത്ഥമാണോ ആ സാക്ഷാൽ പരമശിവൻ തൻ്റെ മൂർധാവിലണിഞ്ഞിട്ട് അത്യധികം കൃതകൃത്യനായിക്കൊണ്ട് ആ പാപാദ്രിയെ ഭേദിക്കുന്ന വജ്രമായ ആ പാദാബ്ജത്തെ സഹൃദയന്മാരൊക്കെ സാധകന്മാരൊക്കെ വന്ന് നമസ്കരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സാക്ഷാൽ പരമശിവൻ പോലും തൻ്റെ മൂർധാവിലണിയുന്ന ഭഗവാന്റെ ആ പാദപത്മങ്ങളെ തഴുകി വന്ന തീർത്ഥമാണ്. എന്നിരിക്കെ ആ പരിപാവനമായ പാദങ്ങളെ തന്നെ ആശ്രയിച്ചാൽ നമുക്ക് നമ്മുടെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ ഒന്നും നമ്മളെ ഏൽക്കുകയേയില്ല. അത് പരിഹാരമുള്ളതായിക്കോട്ടെ അപരിഹാര്യമായിക്കോട്ടെ, രണ്ടും അങ്ങോട്ട് ആ പാദങ്ങളിൽ സമർപ്പിക്കുക. ഭഗവാനെ, നീ അവിടുത്തെ സങ്കല്പമാണ് നടക്കുന്നതൊക്കെ, അവിടുത്തെ നിശ്ചയമാണ് ഇതെല്ലാം, അവിടുത്തെ ഇച്ഛ പോലെയൊക്കെ നടക്കട്ടെ എന്ന് അങ്ങോട്ട് സമർപ്പിച്ചാൽ പിന്നെ ദുഃഖത്തിനും സുഖത്തിനും സന്തോഷത്തിനും സങ്കടത്തിനും ഒന്നും നമ്മുടെ മനസ്സിൽ ഇടമില്ലാതെയാവും. അങ്ങനെ ആ ഭഗവാനിൽ ഉറച്ച ഒരു ഭക്തിഭാവം നമുക്ക് വന്നു കഴിഞ്ഞാലോ, നമ്മുടെ ഉള്ളിൽ ഈ ഞാൻ ചെയ്യുന്നു, എൻ്റെ കഴിവ് എന്നുള്ള അഹന്തയൊക്കെ അങ്ങനെ മാറിപ്പോകും. ഭഗവത് പാദങ്ങളിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുകയെല്ലാം. അങ്ങനെ നമ്മുടെ ഉള്ളിലെ ആ ഒരു ഞാൻ വിചാരം മാറിക്കഴിഞ്ഞാൽ, ആ ഒരു അഹന്ത മാറിക്കഴിഞ്ഞാൽ, പിന്നെ സ്വാഭാവികമായി നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന ഈ ഒരു വിഷയങ്ങളൊക്കെയും ഇങ്ങനെ ഇപ്രകാരം ഈ വിഷയങ്ങളൊക്കെയും നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ
പിന്നെ നമ്മൾ പതുക്കെ ആ ഒരു വിരക്തി നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനിലേക്ക് മാത്രം മനസ്സിനെ ചേർത്ത് വച്ച് ആ ഒരു അഖണ്ഡ ബ്രഹ്മാനുഭൂതി തന്നെ നമ്മളിലേക്ക് വന്നു ചേരും. ആ വിഷയങ്ങൾ തന്നെ വിട്ടുപോകുന്നതാണ്. അതിന് നല്ലൊരു ഉദാഹരണവും ഭാഗവതത്തിൽ ഒരു വേള പറയുന്നുണ്ട്. അതായത് നന്നേ മദ്യപിച്ച് ഉന്മത്തനായി പോകുന്ന ഒരു വ്യക്തിയുടെ ദേഹത്ത് നിന്നും വസ്ത്രം അഴിഞ്ഞു പോകുന്നത് എപ്രകാരം ആ വ്യക്തി അറിയുന്നില്ലയോ, ഇതുപോലെയാണ് അത്രേ സദാ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനിങ്കിലേക്ക് എല്ലാം സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇതുപോലെയുള്ള വിഷയരസങ്ങൾ പോകുന്നത് ആ വ്യക്തി പോലും അറിയുന്നില്ല. കാരണം ലക്ഷ്യം ആ അഖണ്ഡ ബ്രഹ്മാനുഭൂതിയാണ്, ആ അനന്താനുഭൂതിയാണ്, ഭഗവത് പാദങ്ങളിലേക്ക് ചേരാനുള്ള ഒരു തിടുക്കമാണ്. ഈ ഒരു തത്വത്തിലേക്കാണ്, ഇങ്ങനെ ഒരു ഭാവത്തിലേക്ക് അമ്മയെ കൊണ്ട് എത്തിക്കാനാണ് ഇവിടെ ശ്രീ കപില ഭഗവാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ദേഹം ഒരു ഉപാധിയാണ്, പക്ഷെ ദേഹമല്ല പരമമായ സത്യം എന്നറിയുക. നമ്മൾ അഗ്നി കത്തിക്കാൻ വേണ്ടിയിട്ട് അഗ്നിക്ക് ആസ്പദമായി നിലകൊള്ളുന്ന ഈ തീപ്പെട്ടി, തീപ്പൊരി, പുക, കൊള്ളി, ഇങ്ങനെ പല ഉപാധികൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ തീ എന്ന് പറയുന്ന സത്യം ഇതൊന്നുമല്ല എന്ന് അറിയുന്നത് പോലെ ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഈ ദേഹമല്ല, അല്ലെങ്കിൽ ദേഹസംബന്ധമായ വിഷയങ്ങളോട് ബന്ധപ്പെട്ടതല്ല എൻ്റെ ഉള്ളിലെ ആ ശരിയായ ഞാൻ എന്ന ജ്ഞാനം, ആ പരമമായ സത്യത്തിലേക്ക് ദേവഹൂതി ദേവിയുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാനാണിവിടെ ആ കപില ഭഗവാൻ ഇത്രയും, അത് വളരെ വിശദമായി തന്നെ നമുക്ക് ഭാഗവതത്തിൽ കാണാം. വലിയൊരു അധ്യായമായി തന്നെ അത് പറയുന്നുണ്ട് ഇവിടെ. എങ്കിലും വളരെ ഭംഗിയായിട്ടത് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് സുഹൃത്തിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് പറയട്ടെ, നമുക്കിത്രയും ഭംഗിയായിട്ടത് പറഞ്ഞു തന്നു. എങ്ങനെയുള്ള സ്വരൂപത്തെയാണ് ഭഗവാന്റെ, ഏതൊരു ഭാവത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എന്ന് പറഞ്ഞു തരികയായിരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു പാദം വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം, അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. അവിടെ വിമലമതിരുപാത്തൈ, ഉകാരം അവിടെ ഉപാത്തൈയാണ്. അതുപോലെ ഉപാത്തൈരാസനാദ്യൈർ, അവിടെ രാ ജോയിൻ ചെയ്യാൻ വന്നതാണ്, അതുകൊണ്ട് ആസനാദ്യൈർ അത് അകാരം നീട്ടിയെടുക്കണം. പിന്നെ അടുത്തത് മദംഗം, അവിടെ മാ കൂട്ടക്ഷരമായതുകൊണ്ട് കുറച്ച് കട്ടിയിൽ പറയുക. പിന്നെ അടുത്തത് ഗരുഡ ദിവ്യഭൂഷ ആയുധാംഗം, ദിവ്യഭൂഷ ആയുധാംഗം, അവിടെ ആയുധാംഗം അത് അകാരം. ഇത് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇനിയും ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം കൂടി നമുക്കൊന്ന് നോക്കാം. ഉപാത്തൈഹി ആസനാദ്യൈ വിമലമതി ദിവ്യഭൂഷായുധാംഗം ഗരുഡസമധിരൂഢം രുചിതുലിതതമാലം മദംഗം അനുവേലം ശീലയേത ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദി. ഒന്നുകൂടി പറയാം. ഉപാത്തൈ ആസനാദ്യൈ വിമലമതി ദിവ്യഭൂഷായുധാംഗം ഗരുഡസമധിരൂഢം രുചിതുലിതതമാലം മദംഗം അനുവേലം ശീലയേത ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാദീഹി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകവുമായിട്ട് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.